ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പായസമാണ്. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കണം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ പറഞ്ഞുതരാം. 3 ഗ്രാം പാൽപ്പൊടി, 5 ഗ്രാം ശർക്കര, ഏലക്കായും ജീരകവും പൊടിച്ചത്, 500 മുന്തിരി, 300 അണ്ടിപ്പരിപ്പ്, മിൽക്ക് മേഡ് മിൽമ തൈ 500, ഗോതമ്പം നുറുക്ക് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചത്. അതിനുള്ള വെള്ളം അടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി കഴിഞ്ഞാൽ അതായി ഇട്ട് കൊടുക്കുക. ഓക്കെ, വെള്ളം ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മളിതിക്ക് ഗോതമ്പ് ഇട്ടോ അല്ല, ഗോതമ്പ് നുറുക്ക് വെള്ളം തിളച്ച് ഗോതമ്പ് നുറുക്ക് ഇട്ടോ. ഗോതമ്പ് നുറുക്ക് ഇതിൽ കിട്ടും കേട്ടോ. അതിനുള്ള പാലടിച്ചത്. ഓക്കെ, ഗോതമ്പ് എല്ലാം വെന്തിട്ടുണ്ടോ, എല്ലാം വെന്തിട്ട് വയ്ക്കും. 1 മണിക്കൂർ കിടന്ന് വേണം ഗോതമ്പ്. 1 കപ്പ് ഗോതമ്പാണെങ്കിൽ 2 പാത്രം വെള്ളം വെക്കണം. ഓക്കെ, ഇതിലേക്ക് പാൽ വയ്ക്കാം കേട്ടോ. നല്ല പാല് വയ്ക്കാം. പാല് നല്ല വേണം. പാലാണ് വയ്ക്കുന്നത്. പാല് വയ്ക്കാം. നമ്മളിതിൽ പാല് ഒഴിച്ചിട്ട് ഗോതമ്പ് സാറായിട്ട് തരുന്നുണ്ടോ, അതായിരിക്കും കിടണം. 1 മണിക്കൂറോളം കിടന്നിട്ട് വേവണം. ഓക്കെ, ഇനി ഇതിന് ശർക്കര വേണം. ശർക്കര ഇതിക്കണം. ശർക്കര മതി കെട്ട്. ശർക്കര അതി കിട്ടണം. ശർക്കര ഇട്ടിട്ട് നല്ല ഇതാവാം. ശർക്കര ഇട്ടിട്ട് കഴിഞ്ഞാൽ പണി ഏകദേശം ചെയ്യും. ശർക്കര 1 മണിക്കൂറാണ് ഇതിന് കണക്ക്. ഓക്കെ, റെഡിയായി. ഓക്കെ, ഇതിങ്ങനെ കാണിച്ചു കൊടുക്കാം. മിൽക്ക് മേഡ് ഇട്ടാ, മിൽക്ക് മേഡ് വയ്ക്കണേ. എൻ്റെ മോന്ന് കണ്ടോട്ടെ, അണില്ല മിൽക്ക് മേഡ് ഇപ്പോൾ വയ്ക്കുന്നത് കാണും കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരി, തേങ്ങ വറുത്തത്, അണ്ടിപ്പരിപ്പ് തേങ്ങ അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങ ചെറുതാക്കി അരിഞ്ഞ് വറുത്തത് കിട്ടാം. ഓക്കെ, 300 ആളെ പായസം, 400 ആളെ പായസം, 400 ആൾക്കുള്ള പായസം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് 4